ദൈവത്തിന് സ്തുതി. MGTV സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബെൻസി സന്തോഷ്. പ്രധാന വാർത്തകൾ. KCBC കാരുണ്യവർഷാചരണ സമാപനം നവംബർ 12-ന് കോട്ടയത്ത്. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ഉദ്ഘാടനവും മെത്രാഭിഷേകവും നാളെ. മനുഷ്യബന്ധങ്ങളുടെ തകർച്ച അനാഥാലയങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ദയാബായി. ഫാദർ പ്ലാസിഡ് ജെ പൊടിപ്പാറ ആധുനിക സീറോ മലബാർ സഭയുടെ പിതാവ്. മാർ ജോസഫ് പൗവത്തിൽ. തിരുവല്ല കരിസ്മാറ്റിക് കൺവെൻഷൻ ഒക്ടോബർ 8 മുതൽ. വാർത്തകൾ വിശദമായി. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ഉദ്ഘാടനവും മെത്രാഭിഷേകവും നാളെ. ഗ്രേറ്റ് ബ്രിട്ടനിലെ പ്രസ്റ്റൺ ആസ്ഥാനമാക്കി സ്ഥാപിതമായ സീറോ മലബാർ രൂപതയുടെ ഉദ്ഘാടനവും പ്രഥമ മെത്രാൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ മെത്രാഭിഷേകവും നാളെ. ഉച്ചകഴിഞ്ഞ് 1-ന് ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രസ്റ്റൺ ഉൾക്കൊള്ളുന്ന ലാൻകാസ്റ്റർ രൂപതയുടെ ബിഷപ്പ് ഡോക്ടർ ജി മൈക്കൽ ക്യാമ്പലും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും മാർ ശ്രാമ്പിക്കലിന്റെ മാതൃരൂപതയായ പാലാ രൂപതയുടെ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടും സഹകാർമ്മികരാകും. വിശുദ്ധ അൽഫോൻസാമയാണ് പ്രസ്റ്റൺ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥ. ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ പ്രസ്റ്റൺ നോർത്ത് എൻഡ് ഫുട്ബോൾ സ്റ്റേഡിയമാണ് മെത്രാഭിഷേക വേദി. ഗാലറിക്ക് അഭിമുഖമായി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ചടങ്ങ്. 1:30-ന് ആരംഭിക്കുന്ന മെത്രാഭിഷേക ശുശ്രൂഷയ്ക്ക് ശേഷം മാർ ജോസഫ് ശ്രാമ്പിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം നടക്കും. ഗ്രേറ്റ് ബ്രിട്ടനിന്റെ അപ്പസ്തോലിക് നൂൻഷിയോ ഡോക്ടർ ആന്റോണിയോ മെല്ലിനി അനുഗ്രഹ സന്ദേശം നൽകും. മാർ ശ്രാമ്പിക്കൽ മറുപടി പ്രസംഗം നടത്തും. 11:30 വിശ്വാസികൾക്ക് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാനാകുമെന്നും ഒരുക്കങ്ങൾ സമാപന ഘട്ടത്തിലാണെന്നും ജനറൽ കൺവീനർ റവറന്റ് ഡോക്ടർ തോമസ് പാറയടിയിലും ജോയിന്റ് കൺവീനർ റവറന്റ് ഡോക്ടർ മാത്യു ചൂരപ്പൊയ്കയിലും അറിയിച്ചു. മനുഷ്യബന്ധങ്ങളുടെ തകർച്ച അനാഥാലയങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ദയാബായി. മനുഷ്യബന്ധങ്ങൾ തകരുന്നതിനാൽ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും വളരുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തക ദയാബായി. കാഞ്ഞിരപ്പള്ളിയിൽ സെയിന്റ് ആന്റണീസ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മാനവസേവ പുരസ്കാർ സ്വീകരിച്ച് പ്രസംഗിക്കുകയായിരുന്നു പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി. സ്വാർത്ഥത പെരുകിയതിനാൽ സഹജീവികളുടെ പ്രശ്നങ്ങൾ കാണാൻ പുതിയ തലമുറയ്ക്ക് കഴിയാത്തത് ഭാവിയിൽ സാമൂഹിക വിപത്തിന് തന്നെ കാരണമാകുമെന്നും ദയാബായി പറഞ്ഞു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യർ വിഭജിക്കപ്പെടുകയാണ്. സഹജീവികളോടുള്ള അതൃപ്തിയാണ് ഇന്ന് പലരിലും കൂടുതലായി കാണപ്പെടുന്നത്. നന്മയുടെ വ്യക്തിത്വം ഉയർത്തിക്കാട്ടുവാനും സ്വതന്ത്രമായി ചിന്തിക്കുവാനും വിദ്യാർത്ഥികൾക്ക് കഴിയണം. നമ്മുടെ താല്പര്യങ്ങൾ സ്വാർത്ഥതയാകുമ്പോൾ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുകയാണെന്നും ദയാബായി കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ ജീവിതം ആഴത്തിലുള്ള ആത്മീയ ജീവിതത്തിന്റെ സ്രോതസ്. മാർ പോളി കണ്ണൂക്കാടൻ. ഇരിങ്ങാലക്കുടയിൽ എമ്മാനുവൽ 2016 ആത്മീയ നവീകരണ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവികമായ ചൈതന്യത്താൽ നിറഞ്ഞ് ക്രൈസ്തവർ എല്ലാ പ്രവർത്തന മേഖലകളിലും യേശുവിന്റെ ജീവിതം പ്രഘോഷിക്കുന്നവരാകണം. സാക്ഷ്യങ്ങൾ തമസ്കരിക്കപ്പെടുകയും എതിർ സാക്ഷ്യങ്ങൾ പ്രബലപ്പെടുകയും ചെയ്യുന്ന ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ സഹായകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുവിലും കത്തോലിക്ക സഭയിലുമുള്ള വിശ്വാസമാണ് തനിക്ക് ഏറ്റവും വലുതെന്ന് പ്രശസ്ത ബേസ്ബോൾ താരം റയാൻ ഹോവാർഡ്. ജീവിതത്തിലെ പ്രശസ്തിയുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ തന്നെ കൈവിടാത്ത യേശു ക്രിസ്തുവിനെ എന്നും ആരാധിക്കുമെന്നും കത്തോലിക്ക വിശ്വാസമാണ് തനിക്ക് ഈ പരിശീലനം നൽകിയതെന്നും റയാൻ ഹോവാർഡ് മാധ്യമപ്രവർത്തകരോട്. ഫിലാഡൽഫിയയിലെ സിറ്റിസൺസ് ബാങ്ക് പാർക്കിലെ വാർത്താ സമ്മേളനത്തിലാണ് റയാൻ യേശു ക്രിസ്തുവിലുള്ള തന്റെ അടിയുറച്ച വിശ്വാസം പങ്കുവച്ചത്. US ബേസ്ബോൾ മത്സരങ്ങളിലെ ഏറ്റവും മൂല്യമേറിയ താരമായ റയാൻ ഹോവാർഡ് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ഇതിനു മുൻപും റയാൻ ഹോവാർഡ് തന്റെ കത്തോലിക്ക വിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. KCBC കാരുണ്യ വർഷാചരണ സമാപനം നവംബർ 12-ന് കോട്ടയത്ത്. കേരളത്തിലെ എല്ലാ കത്തോലിക്ക രൂപതകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാരുണ്യ വർഷ സമാപനം കോട്ടയത്ത്. നവംബർ 12 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോട്ടയം അതിരൂപതയുടെ അജപാലന കേന്ദ്രമായ തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ നടക്കുന്ന സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. KCBCയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സീറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര റീത്തുകളുടെ മേലധ്യക്ഷന്മാരും വിവിധ രൂപതകളിലെ മെത്രാന്മാരും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. സമാപന ദിനമായ നവംബർ 12-ന് ഉച്ചകഴിഞ്ഞ് 1:30-ന് തെള്ളകം ഹോളിക്രോസ് സ്കൂളിൽ നിന്നും ചൈതന്യ പാസ്റ്ററൽ സെന്ററിലേക്ക് കാരുണ്യ സന്ദേശയാത്ര ഉണ്ടായിരിക്കും. സമാപന പൊതുസമ്മേളനത്തോടനുബന്ധിച്ച്
കേരളത്തിലെ കത്തോലിക്ക രൂപതകളിലും പൊതുസമൂഹത്തിലും വിവിധ മേഖലകളിൽ കാരുണ്യ ശുശ്രൂഷ ചെയ്യുന്ന 34 കാരുണ്യ പ്രവർത്തകരെയും സന്നദ്ധ പ്രസ്ഥാനങ്ങളെയും ആദരിക്കും. പൊതുസമ്മേളനത്തെ തുടർന്ന് കേരള കത്തോലിക്ക സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധത കാരുണ്യ ശുശ്രൂഷകളുടെ അവതരണവും ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കലാവിരുന്നും വിവിധ കലാപരിപാടികളും നടത്തപ്പെടും. എല്ലാ കത്തോലിക്ക രൂപതകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്നതിന് പുറമെ കോട്ടയം, ചങ്ങനാശ്ശേരി, വിജയപുരം, പാല, കാഞ്ഞിരപ്പള്ളി, തിരുവല്ല രൂപതകളിൽ നിന്നുള്ള വൈദിക സന്യസ്ത പ്രതിനിധികളും പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളും സംഘടനാ ഭാരവാഹികളും സമാപന പരിപാടികളിൽ പങ്കെടുക്കും. ഫാദർ പ്ലാസിഡ് ജെ പൊടിപ്പാറ, ആധുനിക സീറോ മലബാർ സഭയുടെ പിതാവ് മാർ ജോസഫ് പവത്തിൽ. ആധുനിക സീറോ മലബാർ സഭാ പിതാവാണ് ഫാദർ പ്ലാസിഡ് ജെ പൊടിപ്പാറ എന്നും അനുസ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹമെന്നും ആർച്ച് ബിഷപ്പ് എമരിറ്റസ് മാർ ജോസഫ് പവത്തിൽ ഫാദർ പ്ലാസിഡ് ജെ പൊടിപ്പാറ CMI അനുസ്മരണ സിംബോസിയം PNG ലൂർദ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സഭ സമ്പൂർണമായ പാശ്ചാത്യവൽക്കരണത്തിലേക്ക് വഴിമാറിപ്പോകുന്ന അവസരത്തിൽ സഭയുടെ പാരമ്പര്യം നിലനിർത്താൻ സാധിച്ചത് ഫാദർ പ്ലാസിഡ് ജെ പൊടിപ്പാറയിലൂടെയാണ്. ഒരു പണ്ഡിതൻ എന്നതിനോടൊപ്പം വിശുദ്ധിയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. സഭയ്ക്ക് ഒട്ടേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ സഹായകമായതായും മാർ ജോസഫ് പവത്തിൽ പറഞ്ഞു. സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. സഭാ വൈജ്ഞാനിക കാര്യങ്ങളിൽ വലിയ താല്പര്യമായിരുന്ന അദ്ദേഹം സഭയെ സംബന്ധിച്ച് ദൈവശാസ്ത്രത്തിൽ കൂടുതൽ ചരിത്രപരമായ വസ്തുതകൾ മനസ്സിലാക്കിയിരുന്നു. സഭയുടെ കൂട്ടായ്മ സ്വപ്നം കണ്ട അദ്ദേഹം വിവിധ ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു. സഭയ്ക്ക് ആത്മബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രവർത്തിച്ച ഫാദർ പ്ലാസിഡ് സഭയുടെ ആവശ്യങ്ങൾ കണ്ടെത്തി അവയ്ക്കെല്ലാം പരിഹാരം കാണുന്നതിന് ശ്രമിച്ചുവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. തീവ്രവാദികളിൽ നിന്ന് ക്രിസ്തു നേരിട്ട് വന്ന് തങ്ങളെ രക്ഷിച്ചുവെന്ന് പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ വിശ്വാസികളുടെ സാക്ഷ്യം. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഭൂഗർഭ സഭയിലെ പ്രവർത്തകരും ഉൾപ്പെടെ 50 പേർ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തങ്ങളെ പിന്തുടർന്ന തീവ്രവാദികളുടെ പക്കൽ നിന്നും ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് ശക്തമായ പൊടിക്കാറ്റ് അടുപ്പിച്ചായിരുന്നുവെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തി. ഭൂഗർഭ സഭയെക്കുറിച്ചും ഇസ്ലാം മതവിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചിലർ മാറിയതുമറിഞ്ഞ് 3 വാഹനങ്ങളിലായി എത്തിയ തീവ്രവാദികൾ വിശ്വാസികളുടെ വാഹനത്തെ പിന്തുടർന്നാണ് ബസ്സിന് നേരെ വെടിവെപ്പ് തുടങ്ങിയത്. എന്നാൽ ശക്തമായ പൊടിക്കാറ്റ് വീശുവാൻ തുടങ്ങിയതോടെ വിശ്വാസികളെ പിന്തുടർന്ന തീവ്രവാദികളുടെ വാഹനങ്ങൾ കാണാതായി. തീവ്രവാദികളുടെ ആക്രമണത്തിലോ പൊടിക്കാറ്റിലോ ഉൾപ്പെട്ട് തങ്ങൾ മരിക്കുമെന്ന് കരുതിയ വിശ്വാസികൾ എല്ലാവരും ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുവാൻ തുടങ്ങി. അത്ഭുതകരമായ പൊടിക്കാറ്റിന് മധ്യത്തിലൂടെ ചിരി തൂകി ഒരു സുന്ദര പുരുഷൻ നിൽക്കുന്നതായി എല്ലാവർക്കും അനുഭവപ്പെട്ടു. ചുറ്റുമുള്ള പൊടിപടലങ്ങൾ കാഴ്ച മറച്ചപ്പോഴും തങ്ങൾ മുന്നോട്ട് തന്നെ യാത്ര തുടർന്നുവെന്നും പൊടിക്കാറ്റിന് ശേഷം തങ്ങളെ പിന്തുടർന്ന തീവ്രവാദികൾ എവിടേക്കാണ് പോയതെന്ന് അറിയില്ലെന്നും വിശ്വാസികൾ പറഞ്ഞു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. വാർത്തകൾ തുടരുന്നു. ഒക്ടോബർ 16 മാതൃരാജ്യത്തിനായി പ്രാർത്ഥിക്കേണ്ട ദിനമെന്ന് CBCI പ്രസിഡന്റ്. ഒക്ടോബർ 16 ഞായറാഴ്ച ഇന്ത്യയിലെ കത്തോലിക്ക സഭ മാതൃരാജ്യത്തിനായി പ്രാർത്ഥിക്കേണ്ട പ്രത്യേക ദിവസമായി മാറ്റിവെക്കണമെന്ന് CBCI പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലെമീസ് കത്തോലിക്ക ബാവ.
ഒക്ടോബർ 16 എല്ലാ ബിഷപ്പുമാരും ഇടവക വൈദികരും വിശ്വാസികളും അൽമായ നേതാക്കളും രാഷ്ട്രത്തിനായി പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും അർപ്പിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യത്ത് തുടർച്ചയായ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്ന പാകിസ്ഥാനെതിരെ പകവെട്ടിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുന്നതിന് രാഷ്ട്ര നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. 2017 ഇന്ത്യ സന്ദർശിച്ചേക്കും എന്ന് പോപ്പ് ഫ്രാൻസിസ്. അസർബൈജാനിൽ നിന്നും റോമിലേക്കുള്ള യാത്രക്കിടയിൽ വിമാനത്തിൽ വെച്ച് പത്രലേഖകരോട് സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. പോർച്ചുഗൽ, ഫാത്തിമ എന്നീ രാജ്യങ്ങൾ അടുത്ത വർഷം സന്ദർശിക്കുമെന്ന് അറിയിച്ച പാപ്പ ഇന്ത്യയും ബംഗ്ലാദേശും സന്ദർശിക്കുവാൻ മിക്കവാറും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. തിരുവല്ല കരിസ്മാറ്റിക് കൺവെൻഷൻ ഒക്ടോബർ 8 മുതൽ 12 വരെ. ചങ്ങനാശ്ശേരി, തിരുവല്ല, കോട്ടയം അതിരൂപതകളിലെയും വിജയപുരം രൂപതയിലെയും വിവിധ ഇടവകകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 9ാമത് തിരുവല്ല കരിസ്മാറ്റിക് കൺവെൻഷൻ ഒക്ടോബർ 8 മുതൽ 12 വരെ തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രൽ മൈതാനത്ത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയുള്ള കൺവെൻഷൻ നയിക്കുന്നത് കുളത്തുവയൽ നിർമ്മല ധ്യാന ടീമാണ്. കൺവെൻഷൻ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി രൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പുളിക്കലും സമാപന സന്ദേശം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറിലോസും നിർവഹിക്കും. CBCI അൽമായ കമ്മീഷന് പുതിയ സെക്രട്ടറി. CBCIയുടെ അൽമായ കമ്മീഷന്റെ പുതിയ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി സലേഷ്യൻ വൈദികനും മുസഫർപൂർ രൂപതാംഗവുമായ ഫാദർ ഫിലിപ്പ് കട്ടക്കയത്തെ തിരഞ്ഞെടുത്തു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും പാസ്റ്ററൽ മിനിസ്ട്രിയിലും മാസ്റ്റർ ബിരുദം നേടിയ ഇദ്ദേഹം പാലാ സ്വദേശിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KCBC കാരുണ്യവർഷാചരണ സമാപനം നവംബർ 12 കോട്ടയത്ത്. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ഉദ്ഘാടനം മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ മെത്രാഭിഷേകവും നാളെ. മനുഷ്യബന്ധങ്ങളുടെ തകർച്ച അനാഥാലയങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ദയാബായി. ഫാദർ പ്ലാസിഡ് ജെ പൊടിപ്പാറ ആധുനിക സീറോ മലബാർ സഭയുടെ പിതാവ് മാർ ജോസഫ് പൗവത്തിൽ. തിരുവല്ല കരിസ്മാറ്റിക് കൺവെൻഷൻ ഒക്ടോബർ 8 മുതൽ 12 വരെ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ബുധനാഴ്ച വൈകുന്നേരം 8:30. ദൈവത്തിന് സ്തുതി.